ഏകദേശം 6 മാസം എടുത്തിട്ടാണ് ഇക്കായ്സിൻ്റെ ഫുഡ് ട്രക്ക് നമ്മൾ ഡിസൈൻ ചെയ്തത്. പിന്നെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വന്നപ്പോൾ ഒരു ദിവസം നമ്മളെ വണ്ടി RTO പിടിച്ചുകൊണ്ട് സാമൂഹ്യ സേവനം മുമ്പിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ഉദ്ദേശ ലക്ഷ്യവും ഇല്ല. ഉമ്മ അതേപോലെ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് ഭാവിയിൽ ആരാവണം? അന്ന് ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്. പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വരുമ്പം ഒരുപാട് ഡീമറിറ്റ്സ് വരും. പെട്ടി വരുന്ന പൈസ ഒക്കെ പ്രോഫിറ്റാണെന്ന് വിചാരിക്കുക. അതല്ല സംഭവം. അതിന് ഓരോ കോസ്റ്റും കാര്യങ്ങളും ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കാണുന്ന ഒരുപാട് മലയാളികൾ പല സ്ഥലങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഇക്കായ്സിൻ്റെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയായിരിക്കും? നമ്മളെ ഫുഡിൽ നിന്ന് ചിലപ്പോൾ ഒരു മുടി കിട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി, ചിലപ്പം അല്ലെങ്കിൽ എണ്ണ കൂടി, അവർ ചിലപ്പം ഒന്നും പറയില്ല. ബില്ലടിച്ചതിന് ശേഷം അവർ പറയും. ആദ്യമായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു ജോലി കൊടുക്കുന്ന ആളുകൾ ഇവരാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ചീത്ത പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. 50,000 റുപ്യട്ടാണ് നമുക്ക് ഫസ്റ്റത്തെ കൊല്ലം പ്രോഫിറ്റ് ഉണ്ടായത്. അന്ന് ഇക്കായ്സ് തുടങ്ങുന്നത് ഒരു എന്താ പറയുക, ഒരു തട്ടുകട എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ ഇന്ന് ഇക്കായ്സിനെ പറ്റി ഇപ്പം അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ചിലപ്പം പറയണ്ടോ ഇതവർ അപ്പുറത്ത് ടാക്സ് റിഡക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അങ്ങനെ പറയുന്നവരോട് എന്ത് മറുപടിയാണ് ഫിലേജിന് പറയാനുള്ളത്? ഹായ് ഫിലേജ് ബ്രോ, വെൽക്കം. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ടാണ് നമ്മളെപ്പോഴും ഇക്കായ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ കാലിക്കറ്റ് അല്ലെങ്കിൽ മലബാറുകാരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത്. ശരിക്കും നമുക്ക് ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ ചാനലിലും ഇവർ ഫീച്ചർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ പറ്റിയത്. ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റിലേക്കും വരാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. സോ വെൽക്കം. എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഇക്കായ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ തുടക്കം? ഇക്കായ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് തുടങ്ങാൻ കാരണം, ഞാൻ 2014 കാലഘട്ടത്തിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പാലിയേറ്റീവ് കെയറിൽ ജോയിൻ ചെയ്തിരുന്നു. അന്നത്തെ സമയത്ത് ഇതേപോലെ ഒരു ക്യാമ്പ് നടക്കുന്ന സമയത്ത് ആ ക്യാമ്പിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ഒരു കുട്ടിയെ ജസ്റ്റ് കണ്ടു. അവരുടെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ആ കുട്ടിക്ക് എന്തോ ഒരു നീഡുണ്ട്. അപ്പോൾ ഞാൻ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയപ്പോൾ ഞാൻ ആ കുട്ടിക്ക് ഒരു ബുക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തു, കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് അവളുടെ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറും. കാരണം ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കിട്ടിയ സമയത്ത്. അങ്ങനെ ഈ പാലിയേറ്റീവ് കെയറിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇക്കായ്സ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉണ്ടാകുന്നത്. കാരണം പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സീരീസ് ഓഫ് ഒരുപാട് ഇവൻറ്റ്സ് ചെയ്തിരുന്നു. നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ യഥാർത്ഥ ആശയം വിദ്യാർത്ഥികളിലേക്കും ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യബോധം കൊണ്ട് നമ്മൾ തുടങ്ങിയൊരു ക്യാമ്പയിനായിരുന്നു ബിക്കോസ് ഐ കെയർ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. അത് നമ്മൾ ഫ്ലാഷ് മോബായിട്ടും, അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. 14-15 കാലഘട്ടത്തിലാണ്. ബിഫോർ ഐ ഡൈ, ഐ വാണ്ട് ടു, ഫ്ലാഷ് മോബ്, പിന്നെ അതേപോലെ ഒരു ലിംക ഫുക്കോ റെക്കോർഡിലൊക്കെ അറിയപ്പെട്ട ഒരു ഇവൻറ്റ് ചെയ്തിരുന്നു. അത് നമ്മളൊരു പോസ്റ്റ് കാർഡ് ഇറക്കും. അതിൽ വീൽ ചെയറിൻ്റെ ചിഹ്നം വെച്ചിട്ട് ഒരു നമ്മളെ പുതിയറ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീൽ ചെയറിൽ വെച്ചിട്ട് അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ മാനാഞ്ചിറ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർക്ക് കൊടുക്കും. അങ്ങനത്തെ ഒരു ലോകത്തിലെ ആദ്യത്തെ ഇവൻറ്റ് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് ചെയ്തത്. അത് എല്ലാം ഞാൻ ചെയ്തതല്ല കേട്ടോ, നമുക്കൊരു സെറ്റ് ഓഫ് ടീം ഉണ്ടായിരുന്നു. കാരണം ഏകദേശം 10-100 കോളേജുകളിൽ പോയിട്ട് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ആശയങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടീം ഉണ്ടാക്കി. അങ്ങനെ സീരീസ് ഓഫ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമ്മളൊരു ഇവൻറ്റ് നടത്തുമ്പം നമുക്ക് ഒരു എമൗണ്ട് വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഒരു ബിഫോർ ഐ ഡേ, ഐ വാണ്ട് ടു എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഫോക്കസ് മാൾ നടത്തുകയാണെങ്കിൽ കൂടിപ്പോയ ഒരു 10-15 റുപ്യ നമുക്ക് ചിലവ് വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുമല്ലോ. അപ്പം 1, 2, 3, 4 ചിലപ്പോൾ 5, 6 ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലേക്ക് നമ്മൾ ഈ ഒരു ഫണ്ട് കിട്ടുക. അപ്പം ഈ ഒരു സാധനം നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ്, അന്ന് നമ്മളത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് പാലിയേറ്റീവിന് വേണ്ടിയിട്ട് അന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ളൊരു കോൺഫറൻസ് നടത്തി. അത് വളരെ സക്സസ് ആയി മുമ്പോട്ട് പോയ സമയത്താണ് 2015 നമ്മൾ പിന്നെ ബിക്കോസ് ഐ കെയർ 2 എന്ന് പറഞ്ഞിട്ട് ഇവൻറ്റ് റീസ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കളക്ടർ ഓപ്പറേഷൻ സുലൈമാനി
അന്ന് കളക്ടർ ബ്രോ വന്നൊരു ടൈം, പ്രശാന്ത് സാർ. അപ്പോൾ ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വന്നിരുന്നു. അത് നമ്മളെ കേരള റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാലിക്കറ്റ് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൽ വളണ്ടിയേഴ്സായിട്ട് ഡൗൺ വർക്ക് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഇടയിലുള്ള താഴേക്കിടയിലുള്ള ഗ്രൗണ്ട് വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് ടീമിനെ സെലക്ട് ചെയ്തു. അത് അവിടുത്തെ ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവരായിട്ട് നല്ല ലിങ്കായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതേപോലെ നമ്മൾ ഓരോരുത്തർക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ, കൂപ്പൺ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആശയം. വിശക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ കൂപ്പൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സുലൈമാനി എന്നൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ദുൽഖറൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര റീച്ച് കിട്ടിയൊരു ഇതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ ലെവലിലൊക്കെ നല്ലൊരു റീച്ച് കിട്ടിയൊരു ഇവന്റ്സ് ആയിരുന്നു ആ സംഭവം. അന്ന് ഉസ്താദ് ഹോട്ടലൊക്കെ ഇറങ്ങിയ ടൈം ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് വിട്ടിട്ട്, പക്ഷെ ആ ഒരു തീമിലൊക്കെ ആയിരുന്നു ഈ ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതും ഇതാക്കിയതൊക്കെ. അപ്പം അതിൻ്റെ ഗ്രൗണ്ട് വർക്ക്സ് ഒക്കെ ചെയ്തപ്പം ഒരു ദിവസം ഫസ്റ്റത്തെ ദിവസം നമ്മൾ പോയി, നമുക്ക് തന്ന കൂപ്പൺസ് ഒക്കെ ഫുള്ള് നമ്മൾ കൊടുത്തു തീർത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കളക്ടറായിട്ട് ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലോ, അന്ന് അസോസിയേഷൻ്റെ ആൾക്കാരും ഉണ്ട്, നമ്മളും ഉണ്ട്. അപ്പോൾ അസോസിയേഷൻ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ശരിക്കും യഥാർത്ഥ ആളുകൾക്ക് തന്നെയാണോ അത് കൊടുത്തതെന്ന് ചോദിച്ചു. നമ്മൾ റാൻഡമായിട്ട് ഇതേമാതിരി തെരുവിൽ കഴിയുന്ന ആളുകൾക്കും ഭിക്ഷ യാചിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സാധനം കൊടുത്തിട്ട് നമ്മൾ നമ്മളെ വർക്ക് തീർത്ത്. പക്ഷേ പിന്നെ ആ മീറ്റിങ്ങിൽ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, വിശപ്പ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ കയ്യിൽ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുപോലത്തെ ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഭിക്ഷ യാചിക്കുന്ന ആളുകൾക്ക് പൈസ എന്തായാലും കിട്ടും. അപ്പോൾ അത് പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവർ വേറെ രീതിയിലേക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ യഥാർത്ഥ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ആശയത്തിൽ നിന്ന് ഓപ്പറേഷൻ സുലൈമാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ 2016 കാലഘട്ടമൊക്കെ എത്തിയപ്പോഴാണ്, 15 ലാസ്റ്റൊക്കെ എത്തുന്ന സമയത്താണ് ഞാനൊരു ദിവസം ഇങ്ങനെ ബീച്ചിലൂടെ പോകുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ തോന്നിയതാണ്. കാരണം പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി കോഴിക്കോടുള്ളത് ഫസ്റ്റ് സ്ഥാപനമാണ്. അത് റൺ ചെയ്യണമെങ്കിൽ മന്ത്ലി ഒരു 2 CR മന്ത്ലി അല്ല, ഇയർലി ഒരു 2.5 CR ഒക്കെ അതിൻ്റെ ഒരു ഇത് വരും, കോസ്റ്റ് വരും, എക്സ്പെൻസ് വരും. അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം, എല്ലാ സാധനങ്ങളും ഫ്രീ ആണ്, ട്രീറ്റ്മെൻറ്റും ഒക്കെ ഫ്രീ ആണ്. പാലിയേറ്റീവില് IPM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ക്യൂരിയോസ് ഒക്കെ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഈ ഒരു സാധനം ഞാനിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിച്ചപ്പം എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു സോഷ്യൽ ഇനീഷ്യേറ്റീവ് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരാശയം. ആ ആശയം എത്ര ഉള്ളായിരുന്നു, അത് ആണ് പിന്നെ ഇക്കായ്സ് എന്നുള്ള ബ്രാൻഡിലേക്ക് മാറുന്നത്. ആശയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ചായ പറയും അല്ലേ, ചിലപ്പോൾ ഒരു സുലൈമാനി ആയിരിക്കും, ചിലപ്പോൾ ഒരു ചായ ആയിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ചായക്ക് 8 രൂപ 10 രൂപ ആ റേഞ്ചിലിട്ടായിരുന്നു. ഒരു 2 രൂപ അധികം വാങ്ങാം. അത് ശരിക്കും ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു സംഭവമൊന്നുമല്ല. ഇതൊരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടീം അത്രയും നല്ല സപ്പോർട്ടുള്ള ഒരാളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കുള്ളൂ. ഇപ്പോഴും അത് ഇതുവരെ നടന്നിട്ടില്ല. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു 2 രൂപ ചായക്ക് അധികം വാങ്ങാം. എന്നിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മാത്രം ഏകദേശം ഒരു 10 ലക്ഷത്തിന് മുകളിലെങ്കിലും ഒരു ദിവസം ചായ വിറ്റ് പോകുന്നുണ്ടാവും മൊത്തം നോക്കുകയാണെങ്കിൽ. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പോകുന്നത് എന്താ, വെറും ഒരു 2 രൂപ, പക്ഷേ അത് എത്രയോ ആൾക്കാരുടെ ജീവിതങ്ങൾ തന്നെ മാറ്റിമറിക്കും. അപ്പം ആ ഒരു ആശയമാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അത് മറ്റേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ബുക്ക് മൈ ഷോയിലൊക്കെ ചോദിക്കുന്നില്ലേ, ഒരു 2 rupees എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക് വാങ്ങുന്ന സമയത്ത് അതെ അതുപോലത്തെ ഒരു ആശയമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലൂടെ പാലിയേറ്റീവ് കെയറും നമ്മളും എല്ലാവരും ഒന്നും അറിയാത്ത രീതിയിൽ വളരുമല്ലോ. അതായിരുന്നു സത്യം പറഞ്ഞാൽ മൈൻഡിലുണ്ടായ ആശയം. പിന്നെ അത് നമ്മളൊരു കൊളീഗ്, അതായത് നമ്മളൊരു മെൻറ്ററായിട്ടുള്ളൊരു ഡോക്ടർ അൻവർ ഹുസൈൻ ഉണ്ട്. ഈ ആശയം ഫസ്റ്റ് മൂപ്പരെടുത്ത് പോയിട്ട് അവതരിപ്പിച്ച്. പിന്നെ ഒരു ഡോക്ടർ അനിൽ സാറ്. അപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞപ്പം ഇവർ പറഞ്ഞത് ഇതൊരു ബിസിനസ് മോഡലാക്കി മാറ്റിയിട്ട് നീ ഇത് വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്തോ. ഈ സംഭവങ്ങൾ നടക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം
എന്തുകൊണ്ട് വേറൊരു രീതിയിൽ ചിന്തിച്ചുകൂടാന്നുള്ളത്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ആശയം നമ്മളുടെ സർക്കിളിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഈ ആശയം പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഹോട്ടൽ പോലെ അല്ലെങ്കിൽ ചെറിയൊരു തട്ടുകട പോലെ തുടങ്ങാമെന്നുള്ളത് പറഞ്ഞു. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഈ ആശയം ഈ ഡോക്ടർ മുഖാന്തരം നമ്മളൊരു വേറൊരാളുണ്ട്, ഷക്കി മാം, അവർ നമ്മൾ വേറൊരാളെടുത്ത് കൊണ്ടുപോയി. ഷെബ്നം എന്ന് പറഞ്ഞിട്ട്, ഷെബുത്ത നമ്മൾ വിളിക്കുക. അവരെടുത്ത് പോയി അവരുടെ ഫ്ലാറ്റുകളിൽ പിന്നെ നമ്മൾ സ്ഥിരം അംഗങ്ങളായി. അവിടെ മുതൽ നമ്മൾ ഓരോ ദിവസവും ഡിസ്കഷനാണ്, എങ്ങനെ ചെയ്യാന്നുള്ളത്. അങ്ങനെ ആശയങ്ങൾ ഉണ്ടായിട്ടാണ് ഇത് വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ലെവലിലേക്ക് എത്താം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. കാരണം നമ്മൾ ആ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ അങ്ങനെ വലിയ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ചായയും കിട്ടും, പിന്നെ കുറച്ച് പലഹാരങ്ങളും അങ്ങനത്തെ ഒക്കെ കിട്ടും, നമ്മളെ വിശപ്പും അടങ്ങും. അങ്ങനെ ഏകദേശം 6 മാസം എടുത്തിട്ടാണ് ഇക്കായ്സിൻ്റെ ഫുഡ് ട്രക്ക് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഭയങ്കരമായിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഭയങ്കരമായിട്ട് ന്യൂസും കാര്യങ്ങളും. അത് കുറച്ച് നമ്മളത് നല്ല രീതിയിൽ തന്നെ ബ്രാൻഡ് ചെയ്തിട്ട് കേരളത്തിലൊരു അല്ലെങ്കിൽ കാലിക്കറ്റ് ഫസ്റ്റ് ഫുഡ് ട്രാക്ക്. അതെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അത് കൃത്യമായിട്ടുള്ള മറുപടി ആ ന്യൂസിലൊക്കെ വന്നിരുന്നു. അതെ. പിന്നെ അതിൻ്റെ ആശയം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമ്മളെ വീടുകളിൽ ഭക്ഷണം വെച്ച് തരുന്ന ഒരുപാട് ഉമ്മമാരും സ്ത്രീകളും ഒക്കെ ഉണ്ടാവും. അവരൊരിക്കലും നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പം നമുക്ക് എൻ്റെ ഉമ്മ നല്ല രീതിയിൽ കുക്ക് ചെയ്യും, പക്ഷെ ഒരിക്കലും ഉമ്മനോട് അടിപൊളിയാണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതുപോലത്തെ സ്ത്രീകളെ, അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് ഈ ഒരു ആശയം മുമ്പോട്ട് വെച്ചിട്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ഇക്കായ്സിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ തറവാട് വെങ്ങാലിയിൽ നിന്നാണ് ഞാൻ ഈ സാധനം ഫസ്റ്റത്തെ ദിവസം കൊണ്ടുപോകുന്നത്. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മൂത്തയും അമ്മായും ഉമ്മയൊക്കെ ആയിരുന്നു. അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് യാതൊരു ആവശ്യവുമില്ല, പക്ഷേ അവർ നമ്മളെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം ഏത് പേരൻസ് ആണെങ്കിലും ഇപ്പം ഞാൻ ഇത്രയും പഠിച്ച് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഒരു ബീച്ചിൽ പോയിട്ട് തട്ടുകട നടത്താമെന്ന് പറയുമ്പം അവർക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും അവർ നമ്മളെ കൂടെ നിന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ മൂത്തക്ക് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അതിൽ നിന്ന് ആ വരുമാനം കൊണ്ട് മൂത്ത 2-3 മാസം കൊണ്ട് സ്വന്തമായിട്ടൊരു അരപ്പവൻ്റെ മോതിരം വാങ്ങി. അത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് സാധനമാണല്ലോ, അതിൽ നിന്ന് അധ്വാനിച്ച് കിട്ടുന്ന. അതേപോലത്തെ കുറച്ച് സ്ത്രീകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇനീഷ്യലി ഇക്കായ്സിന്റെ കംപ്ലീറ്റ് കുക്കുകളെല്ലാം സ്ത്രീകളായിരുന്നു. അതുപോലെ ഇതേപോലെ നമ്മൾ വെള്ളയിൽ ഇതേപോലെ ഒരു ആമിൻത എന്ന് പറയുന്ന ഒരു താത്തൻ്റെ വീട്ടിൽ പോയിട്ട് കടികളും കറികളും ഒക്കെ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. അതുപോലെ 2-3 വീടുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ 500 രൂപ 1 കിലോ കറിക്ക് നമ്മൾ ആദ്യം അങ്ങോട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരിക്കലും എന്താവില്ല, ലോസ് ആവില്ല. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ 100-150 റുപ്യ ഡെയിലി ചിലപ്പോൾ മാറ്റി വെക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു 200, ചില ദിവസങ്ങൾ 500 വരെ മാറ്റി വെക്കാൻ പറ്റും. ആ ആശയത്തിൽ നിന്നാണ് ചെറിയൊരു ബീൻമീരിയൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്ത്, പിന്നെ ഒരു പൊറാട്ടക്കാരനെ സെറ്റ് ചെയ്ത്, അങ്ങനെ ചെറിയൊരു ചായയും സാധനങ്ങളൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ലൈവായിട്ട് ബട്ടറോഡ് ബീച്ചിൽ വെച്ചിട്ട് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കേരള റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ്. KHRA കാലിക്കറ്റ് വിങ് ആയിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരുടെ പേരും പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും പേര് മിസ്സായി പോകും. അപ്പോൾ ആ അസോസിയേഷൻ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആശയങ്ങൾക്കും. കാരണം ഓപ്പറേഷൻ സുലൈമായിട്ടൊക്കെ അവരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് അവരായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പം എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യാനാണെങ്കിലും അതിൽ ഒരാൾ ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ കട്ടുക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴും എല്ലാ കാര്യത്തിനും അന്ന് എല്ലാ ആവശ്യങ്ങൾക്കും മുമ്പിലുണ്ട്. അപ്പൊ ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ബിസിനസ് ഒക്കെ നടത്തിയിട്ടുള്ള പരിചയമില്ല ആർക്കും. ഈ പരിചയം സ്റ്റാർട്ട് ചെയ്യണം, അതും സാമൂഹ്യ സേവനം മുമ്പിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ഉദ്ദേശ ലക്ഷ്യവും ഇല്ല, ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതാണ് നമ്മളുടെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആമിൻതാക്ക് ഭർത്താവിൻ്റെ കീശയിൽ നിന്ന് കൈയിടാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മീൻ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ,
അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് പിന്നെ ഇത് ബിസിനസ് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വരുമ്പം ഒരുപാട് ഡീമെറിറ്റ്സ് വരും. അതായത് ഇപ്പം ചിലപ്പോൾ അവർക്ക് ഞായറാഴ്ച കല്യാണം ഇരിക്കും, ചിലപ്പോൾ തിങ്കളാഴ്ച വേറെ എന്തെങ്കിലും ഇതുണ്ടാവും, ചിലപ്പോൾ അവർക്ക് എന്താ അസുഖങ്ങൾ വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ വല്ലാതെ സ്റ്റക്കായി പോകും. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ആശയത്തിൽ നിന്ന് എന്നാലും ഇക്കായിസ് കാലിക്കറ്റിൽ ഇതുപോലെ 2-3 വീടുകളിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നവരെ നമ്മൾ ആ സംഭവങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അതിലൂടെ ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ ഷോപ്പിൽ ഒരു ചെറിയൊരു സംഭവം തുടങ്ങിയിരുന്നു. ഈ സുലൈമാനിൽ ഇത്തിരി മുഹബത്ത് എന്ന് പറഞ്ഞിട്ട് ഓരോ സുലൈമാനിൽ ഇത്തിരി മുഹബത്ത് അതാണ് തോന്നുന്നു ക്യാപ്ഷൻ. അതെന്താ വെച്ചാൽ ഈ പാൽ ചായക്കും 10 റുപ്യ ആയിരിക്കും, സുലൈമാനിക്കും 10 റുപ്യ ആയിരിക്കും. അപ്പോൾ ഈ സുലൈമാനി കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ, പാലൊഴിക്കണ്ടല്ലോ. അപ്പോൾ ആ 2 രൂപ ഓരോ സുലൈമാനിയിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ഒരു ബോക്സിൽ വെക്കും. ആ ബോക്സിൽ വെച്ച പൈസ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളുടെ ഇതേമാതിരി സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ ബുക്കുകൾ, പുസ്തകങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതേപോലെ 2 പേഷ്യൻസിന് സ്വന്തമായിട്ടൊരു ചെറിയൊരു വീൽ ചെയർ അല്ല, എന്താ പറയുക, ചെറിയൊരു ഷോപ്പ്. അതായത് നമ്മളെ 50,000 റുപ്യ അന്ന് ഒരു ഷോപ്പിന് 35,000 റുപ്യ ആ റേഞ്ചിലിട്ടാണ് അതിൻ്റെ ഇത്. അങ്ങനത്തെ അവർക്ക് ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഏണിങ്സ് എന്നുള്ള രീതിയിൽ ഒരു സാധനം. കാരണം അവർക്ക് എല്ലാ സമയത്തും ചിലപ്പോൾ ഈ കുട ഉണ്ടാക്കുന്ന നിർമ്മാണം ഉണ്ടാവില്ലല്ലോ. അവർക്കൊരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് അങ്ങനെ അവർ അതിൽ നിന്ന് അങ്ങനത്തെ 2 ഷോപ്പ് നമ്മൾ ഇന്ന് ഈ പൈസയിൽ നിന്ന് മാത്രമല്ല നമുക്ക് കുറച്ച് സ്പോൺസർഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആയിരുന്നു ഇക്കായിസിന്റെ സ്റ്റാർട്ടിങ്ങും. ഇപ്പം ശരിക്കും അന്ന് തുടങ്ങിയതിനു ശേഷം ഇപ്പം ഇക്കായിസ് എവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചാൽ എന്താ പറയുക, എത്ര ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്? ഞാൻ 22-ാം വയസ്സിലാണ് ഇക്കായിസ് എന്നുള്ള സ്ഥാപനം തുടങ്ങുന്നത്. ഈ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ 6 ഫ്രണ്ട്സ് നമ്മൾ ഷെബ്താൻ്റെ വീട്ടിൽ ഫസ്റ്റ് മീറ്റിങ്ങിന് പോകുമ്പം ഷെബ്ത പറഞ്ഞത് എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ ലക്ഷം റുപ്യ കൊണ്ടുവരണമെന്നാണ്. നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ബീച്ചിൽ പോയി ഇരുന്നിട്ട് നമ്മൾ 6 ആൾക്കാരിങ്ങനെ ഡിസ്കസ് ചെയ്യാം, 1 ലക്ഷം റുപ്യ എങ്ങനെയാ ഇപ്പം ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ അവിടുന്ന് ഞാൻ ഉപ്പനോട് പോയിട്ട് ചോദിച്ചു, ഇപ്പം അങ്ങനെ ഒരു സാധനം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ കുറച്ച് പൈസ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഒപ്പിച്ച് അങ്ങനെ ഈ 6 എന്നുള്ളത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഖ്യയായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കും, എൻ്റെ ബാക്കിൽ ഒരാളെ കൂട്ടും. അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു 12 ആളുകൾ കൂടിയിട്ടുള്ളതായിരുന്നു സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ ഇക്കായിസ് എന്ന് പറയുന്ന ട്രക്ക് തന്നെ. ഫസ്റ്റത്തെ ട്രക്കിന് എനിക്ക് തോന്നുന്നു 4.5 ലക്ഷം റുപ്യ നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ ട്രക്കിന് മാത്രം. ശരിക്കും ഒരു ഫുഡ് ട്രക്കിന്റെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മുന്നിൽ നമുക്ക് മോഡലായിട്ടൊന്നും ആ സമയത്ത് അധികം ആളുകളില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ലീഗൽ ഫോർമാറ്റ്സ് എങ്ങനെയാണ്, ലീഗൽ വശം സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വന്നപ്പോൾ ഒരു ദിവസം നമ്മളെ വണ്ടി RTO പിടിച്ചുകൊണ്ടുപോയി. RTO പിടിച്ചു കൊണ്ടുപോയപ്പോൾ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല. അതിനൊരു സെപ്പറേറ്റ് ഹൈറ്റ് ഉണ്ട്, അതിൽ വാട്ടർ ടാങ്ക് വെക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, വണ്ടി മോഡിഫൈ ചെയ്തതാണല്ലോ. അങ്ങനെ പിന്നെ നമ്മളത് പേപ്പർ സബ്മിറ്റ് ചെയ്തു. ശരിക്കും അങ്ങനെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ RTO ശരിക്കും അത് സ്ക്രാപ്പ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അങ്ങനെയാണ് ശരിക്കും നിയമപ്രകാരം ചെയ്യുക. പക്ഷെ നമ്മള് ഇങ്ങനെ ഒരു റീസണൊക്കെ കൊണ്ട് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ കളക്ടർ ബോർഡിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്, HRIന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി നമ്മൾ തിരിച്ച് ഇറക്കി. പിന്നെ അതേമാതിരി രണ്ടാമത് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം ശരിക്കും FSSIന്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മൾ വണ്ടി RTOയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മളെ പ്ലാൻ ശരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഇത്ര സെൻറ്റിമീറ്റർ അധികമായി കഴിഞ്ഞാൽ അത് ലോ ഒഫൻസ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഹൈറ്റിലുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം ഒരു കിയോസ്കി സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ. പിന്നെ മൂവിങ് ട്രക്ക് ആയതുകൊണ്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ലൈസൻസ് നമുക്ക് കോർപ്പറേഷന് തരാൻ പറ്റില്ല. കാരണം കോർപ്പറേഷനും അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഓരോരുത്തർ തുടങ്ങുന്നത്. അപ്പം മറ്റേതൊക്കെ നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരു തട്ടുകടാണല്ലോ കാണാം. അവർക്ക് ഫിക്സഡ് ആയിട്ടൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊരു നമ്പറോ കാര്യങ്ങളോ കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഒരു മൂവിങ് സാധനം എന്ന് പറയുമ്പം ഈ ട്രക്ക് ഇതാവില്ലല്ലോ. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റത്തെ കൊല്ലം നമ്മൾ വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബേസിക് ആയിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു. കാരണം എല്ലാവരും അത്ര വെൽ ഡെവലപ്ഡ് ഇതിന്ന് വന്ന ഫാമിലീസിൽ നിന്ന് വന്ന ആളുകളല്ല, എല്ലാവരും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം
അതിൽ നിന്ന് വണ്ടീൻ്റെ പുറത്തുള്ള ആളുകൾക്ക് ഏണിങ്സ് ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഫസ്റ്റത്തെ കൊല്ലം എനിക്ക് തോന്നുന്നത് 50,000 ഉറുപ്പ്യട്ടാണ് നമുക്ക് ഫസ്റ്റത്തെ കൊല്ലം പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. 12 ആൾക്ക് കൂടിയായിട്ട് 50,000 ഉറുപ്പ്യ. അതിൽ 5 പേര്. പക്ഷെ ആ 50,000 പ്രോഫിറ്റ് എടുക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ പാലിയേറ്റീവ്, ഐ മീൻ ചാരിറ്റി കാര്യം അത് നമ്മള് ത്രൂ ഔട്ട് കണ്ടിന്യൂ പോയിട്ടുണ്ട്. എന്നിട്ട് ഒരു 50K നിങ്ങൾക്ക് എടുക്കാൻ പറ്റി. അത് നമ്മളതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ചായന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മളത് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അത് പാലിയേറ്റീവ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സാധനത്തിലൂടെയാണ് പോയത്. ചിലപ്പം അത് അല്ലാത്ത രീതിയിലും ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പേഷ്യൻസിനായിട്ട് നമ്മൾ കുറച്ചുകൂടി അട്രാക്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാവും. അപ്പോൾ ആ ബന്ധം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നീഡ്സോ കാര്യങ്ങളോ ജെന്യൂൻ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ 10 രൂപ എടുക്കാനുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ബീച്ചിൽ പിന്നെ വളരെ ചെറിയ രീതിയിൽ ഒരു പാലിയേറ്റീവ് കെയർ, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ തുടങ്ങിയ ഈ സംരംഭം ഇന്ന് മിഡിൽ ഈസ്റ്റിലെ പല കൺട്രീസും കഴിഞ്ഞ് ഇപ്പോൾ ലിവർപൂൾ വരെ എത്തി. അപ്പോൾ ബ്രോന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി ഇപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക്? ഞാൻ നമുക്കിപ്പം ഈ ഒരു റീലോ ഈ ഒരു സാധനങ്ങളോ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് കൂടിപ്പോയ 30 സെക്കൻഡോ 60 സെക്കൻഡോ ആ റേഞ്ചിലല്ലേ ഇതുണ്ടാവും. പക്ഷേ ഏകദേശം 8 വർഷമായി. 8 വർഷം എന്ന് പറയുമ്പോൾ 3000 ദിവസങ്ങളിൽ ഓരോ ദിവസവും എടുത്ത എഫേർട്ട് ഉണ്ട്. അതൊരിക്കലും നമുക്ക് ഈ ഒരു സാധനത്തിലൂടെ പറയാൻ മനസ്സിലാവില്ല. അപ്പം മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ടീമും എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഇതിൻ്റെ ബാക്കിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം അന്ന് ഇക്കായസ് തുടങ്ങുന്നത് ഒരു എന്താ പറയുക, ഒരു തട്ടുകട എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ ഇന്ന് ആ കാണുന്ന എല്ലാവർക്കും ഒരു അഭിമാനമായിട്ട് ഇക്കായസ് നമ്മളെ ഫാമിലിയിൽ എന്തായാലും മാറിയിട്ടുണ്ട്. അത്രയും നല്ലൊരു ബ്രാൻഡാക്കിയിട്ട് അതിനെ വളർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നല്ലതായതുകൊണ്ടായിരിക്കും അത് ഇപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന ആശയങ്ങൾ നമ്മൾ പേഴ്സണലിയും അല്ലാതെയും നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുമുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലേക്കൊക്കെ ഇത് എക്സ്പാൻഡ് ആയി. നമ്മൾ ഇതിന് മുന്നേ മഡ്ക റെസ്റ്റോ കഫേൻ്റെ ഓണേഴ്സായിട്ടുള്ള ചിത്രി ആദരായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പാൻഷനെ പറ്റി ചോദിച്ച സമയത്ത്, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് ഓപ്ഷനെ പറ്റിയൊക്കെ ചോദിച്ച സമയത്ത് അത് ഭയങ്കര ടഫാണ് എന്നുള്ള രീതിയിലാണ് അവർ മറുപടി പറഞ്ഞത്. അത് ഡെഫിനറ്റ്ലി ആയിരിക്കാം, അവരുടെ ബിസിനസ്സാണ്. ഇപ്പോൾ നിങ്ങളെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കൈസ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നത് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ. അപ്പം അതെത്ര ഡിഫിക്കൽട്ടാണ്, അതെത്ര ഐ മീൻ അതെത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു? അല്ല, സത്യം പറഞ്ഞാൽ അതൊരു ഈസി ടാസ്ക് അല്ല. മറ്റൊരു പറഞ്ഞ മാതിരി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. കാരണം നമ്മളുടെ ഇക്കായ്സിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മൾട്ടി ക്യൂസിൻ സെറ്റപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വലിയ വലിയ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അതായത് KFC അല്ലെങ്കിൽ ചിക്കിങ്, മെക്ഡൊണാൾഡ്സ്, അതുപോലത്തെ ബ്രാൻഡിനൊക്കെ യുണീക്ക് സാധനങ്ങളുണ്ട്. അവരുടെ മസാലകളും അവരുടെ സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സാമ്പാറും അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ മെനു ലോക്ക് ചെയ്യുന്നതിന് അത്രയും കുറച്ച് ഡിഫിക്കൽസ് ഉണ്ട്. കാരണം റോബോട്ട്സ് അല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്, മനുഷ്യന്മാരല്ലേ. കാരണം പല ടേസ്റ്റ് വരും. ഒരു ഷെഫിനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ അയാളെ ബെസ്റ്റ് എന്താണോ അത് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിനൊക്കെ ഒരു SOP ഉണ്ടോ? ഓരോ സാധനങ്ങൾക്ക് SOP ഉണ്ടോ? അതിപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിങ്ങിലാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു പ്ലാനിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ മാതിരി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ലെവലിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വർക്കിങ്ങിലാണ്. 6 months കൊണ്ട് നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. കാരണം ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ ഏതൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് GCC കൺട്രീസുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീൽസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മീൽസ് നന്നാവണം. മീൽസിന് ഇപ്പോൾ ചോറ് ആർക്കും വേണമെങ്കിലും വെക്കാം, പക്ഷേ സാമ്പാർ നല്ല സാമ്പാറായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ നമ്മളെ സർവീസിലും ഇതിലൊക്കെ പോവും. പിന്നെ ബിരിയാണി, പിന്നെ പൊറാട്ട, ഈ 3 സാധനവും, പിന്നെ ബീഫും ഏതെങ്കിലും ഒരു ചിക്കൻ്റെ ഐറ്റം. ഈ 5 സാധനം നന്നായി കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എങ്ങനെ കയറിപ്പോവും. ഈ 5 സാധനത്തിനൊരു സിസ്റ്റം ഉണ്ടാവും. ആ സാധനം നമ്മൾ പക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് ആൾക്കാർ വരും. പിന്നെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതെ, ഞാനിപ്പോൾ കുവൈത്തിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 മാസമായി. പക്ഷെ അവിടെ
നമുക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അവരിപ്പം പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ കഴിക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ട്, നമുക്ക് വേറെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്കും ഒരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സാധനം ത്രൂ ഔട്ട് ഫോളോ ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും ആളുകളെ ട്രെയിൻ ചെയ്തിട്ട് ഓരോ ബ്രാഞ്ചിലേക്ക് ഇടും, ഓരോ കൺട്രീസിലേക്ക് ഇടും. നമ്മളെ കൂടെ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ട്രെയിനിങ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പം ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്ഥലത്തിടും. ആ സ്ഥലത്തുനിന്ന് ഇതേ ഒരു എക്സിക്യൂട്ടീവ് ഷെഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു പാറ്റേണിലൂടെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. അത് എത്ര ഡിഫിക്കൽട്ടാണ് ബ്രോ? അതായത് ഇപ്പോൾ ഇവരുടെ റിട്ടൻഷൻ കൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു സെയിം ടേസ്റ്റ് ഒക്കെ നിലനിർത്താൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 years ഒക്കെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ക്വാളിഫൈഡ് ഷെഫൊക്കെ ആയി മാറിയിട്ട് ഇയാൾ പിന്നെ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റാഫിനെ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ള രീതിയില്ല, നമ്മൾ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ചീത്ത പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. പക്ഷെ നമ്മൾ അവരെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളൊരു കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫ്ലോറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, സർവീസിൽ നിൽക്കുന്ന പയ്യന്മാരാണെങ്കിൽ ശരി, കിച്ചണിൽ നിൽക്കുന്ന പയ്യന്മാരാണെങ്കിൽ ശരി, കിച്ചണിലൊക്കെ ഭയങ്കര ഹീറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരുടെ മൈൻഡും വേറെ രീതിയിലേക്ക്, തിരക്കൊക്കെ വരുമ്പം നമുക്ക് ഭയങ്കര പ്രഷറും കാര്യങ്ങളായിരിക്കും. ആ സമയത്ത് നമ്മളവിടെ നിന്നിട്ട് അവരോട് ചെറിയ രീതിയിൽ എന്തെങ്കിലും കുശലങ്ങളൊക്കെ പറയുമ്പം അവർക്ക് കുറച്ചുകൂടി കാമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി പോവേണ്ട ആൾക്കാർ പോവും, പക്ഷേ നമ്മളടുത്ത് നിൽക്കണം എന്ന് നമ്മളെ ഉദ്ദേശ ലക്ഷ്യം, നമ്മളെ നീയത്തൊക്കെ നല്ലതാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കേണ്ട ആൾക്കാർ നമ്മളെ കൂടെ തന്നെ നിൽക്കും. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം കുവൈത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ 4 പണിക്കാരുണ്ട്. അതിലത്തെ എക്സിക്യൂട്ടീവ് ഷെഫിന് ഇതുവരെ മൂപ്പർ വാങ്ങിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ബിഗ് എമൗണ്ട് സാലറി വാങ്ങിയ ആളാണ്. പക്ഷെ ആ മനുഷ്യനിപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് മൂപ്പർ വാങ്ങിയതിൻ്റെ പകുതി പോലും വാങ്ങുന്നില്ല. കാരണം അതൊരു കമ്മിറ്റ്മെന്റാ. ഒക്കെ ബാധിക്കും. അപ്പം ചെറിയൊരു ഷോപ്പാണെങ്കിൽ കൂടി അവിടെ നമ്മൾ കൊടുക്കാത്ത സാധനങ്ങളൊന്നുമില്ല. ഒരു മൾട്ടി ക്യൂസിൻ സെറ്റപ്പിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ ഇപ്പോൾ ത്രൂ ഔട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം UK ശരി, നമ്മളെ കൂടെ നിന്ന് വളർന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കാണുന്ന ഒരുപാട് മലയാളികൾ പല സ്ഥലങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഈ കൈസിന്റെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയായിരിക്കും? നമ്മളത് ഫസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു സാധനം ഇളനീർ ചിക്കൻ എന്നുള്ളൊരു സാധനമായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മളെ സ്നാക്സും ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം സ്നാക്സ് നമ്മൾ ഇതേപോലെ ഓരോ വീടുകളിൽ എടുക്കൽ, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇതുവരെ ത്രൂ ഔട്ട് അത് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഇതേപോലെ കണ്ണച്ചത്തിരി, അരച്ചുട്ട പത്തിരി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മലബാറി കുസീൻ്റെ വേറെ കുറച്ച് ടൈപ്പ് സാധനങ്ങൾ, പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ്. അതിനാണ് ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. അത് ത്രൂ ഔട്ടായിട്ട് ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. ഈ പാലിയേറ്റീവ് കെയറിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടന്നത് ചാരിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യുന്ന, പിന്നെ അതൊരു എന്താ പറയുക, ആരും അറിയാത്ത പോലെയല്ല, എല്ലാവരും അറിയുന്ന രീതിയിൽ മാസീവായിട്ട് ഒരു ലാർജ് സ്കെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ശരിക്കും നിങ്ങളെ ബിസിനസ്സിന് പോസിറ്റീവായിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു പുഷ് കിട്ടിയിട്ടുണ്ട്? നമ്മളെ ബ്രാൻഡിനൊരു ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സ്റ്റോറീസ് ഇപ്പം ഈ പറഞ്ഞ മാതിരി ചിലപ്പം എല്ലാവരും അറിയണമെന്നില്ല, പക്ഷെ അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പം ഫുലേജ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അത് ബ്രാൻഡിന് അങ്ങനത്തെ ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞാൽ അത് ചെയ്യും എന്ന് ആൾക്കാർക്ക് അറിയാം. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള ആർക്കെങ്കിലും ചിലപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. ബ്രോ പറയുന്നത് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത്, ഒരു വീഡിയോ ചെയ്ത സമയത്ത്, ആദ്യമായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു ജോലി കൊടുക്കുന്ന ആളുകൾ ഇവരാണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലില്ല. ഇനി പല ആളുകളും ചിലപ്പോൾ തുടക്കത്തിലൊക്കെ അവരുടെ അടുത്തുനിന്ന് ചായ എത്രത്തോളം ആളുകൾ വാങ്ങും, ഇതിന്റെ ഒരു മുന്നേ ഒരാൾ ചെയ്തിട്ടുള്ള പരിചയമൊന്നും നമുക്കില്ല. എങ്ങനെയാണ് അവർ ശരിക്കും അതിലേക്കൊക്കെ എത്തുന്നത്? അത് ഇതേപോലെ വി സ്മൈൽ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്തത്, കാലിക്കറ്റ് ബേസ്ഡ് ആണ്. അവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. അവിടുന്ന് ഒരു 3 കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ. ഇത് സത്യം പറഞ്ഞാൽ അവർക്കൊരു ശമ്പളം കൊടുക്കുക എന്നുള്ളതല്ല ഇതിൽ. സമൂഹത്തിൽ അവർക്കൊരു
ഒരു അംഗീകാരം ഉണ്ടാവുക എന്നുള്ളതുണ്ടല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ആശയത്തിന് വേണ്ടിയിട്ട് പുറത്ത് ചെയ്തതാണ് ഈ ഒരു സംഭവം. കാരണം അവർക്ക് 1+1 കാൽക്കുലേറ്റ് ചെയ്ത് 2 കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയും അവർ ഡിഫറെൻ്റ്ലി അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഹൈ ടെമ്പേർഡ് ആവും, ചിലപ്പം നമുക്ക് നെഗറ്റീവ് സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ അത് വിചാരിച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളത് ഈ കൊറോണ അങ്ങനത്തെ കുറേ ഇഷ്യൂസും സാധനങ്ങളൊക്കെ വന്ന് പിന്നെ അതിൻ്റേതായ കുറച്ചൊരു നെഗറ്റീവ്സ് സാധനങ്ങൾ വേറെ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ബ്രാൻഡിനെ ബാധിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് നമ്മളെ ഈ പ്രൊജക്റ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം. പക്ഷെ ഇതൊക്കെ എന്തൊരു വലിയ തീരുമാനങ്ങളാണ്. കാരണം ഞാൻ ആലോചിക്കുകയാണ്, ജീവിതത്തിൽ അവരുടെ ഫാമിലിയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ല അവരെ കൊണ്ട് നമ്മൾ പല സമയത്ത് അവർക്ക് ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് അവർ ഒരു ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതൊക്കെ അതിനൊരു സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അതെ ഏണിങ്സിൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫുഡായിട്ട് അവർ സർവീസിന് പോകുമ്പം അവർ ഒരു ബീഫ് കറി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ വന്ന് ഇരുന്നിട്ട് ഈ കുട്ടി അതിൻ്റെ സ്വന്തം കൈകൊണ്ട് ആ കറിയിൽ നിന്ന് ഒരു ബീഫ് എടുത്തിട്ട് കഴിച്ചു. അപ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ അയാൾ അവിടെ നിന്ന് എണീറ്റ് പോവും. പക്ഷെ അയാളത് അംഗീകരിച്ചു. സാരില്ല, അവന് ഒന്നും അറിയില്ലല്ലോ, അവനത് ചെയ്യട്ടെ, നിങ്ങളെന്തായാലും ബാക്കി അവനോട് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറയൂ. അങ്ങനത്തെ ചിലപ്പോൾ അവർക്ക് അറിയില്ല, നമുക്ക് ഒരിക്കലും അവരത് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇതുപോലത്തെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അപ്പം നമ്മൾ അവരോട് പറയും, മോനെ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ മോനെ അത് എടുക്കരുത് കേട്ടോ, അപ്പോൾ മോന് ചായ കൊടുക്കുമ്പം ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അതൊക്കെ അവർക്ക് ഒരു പുത്തൻ അനുഭവമായിരിക്കും. അത് അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അതുപോലെ ഇതിന് ശേഷം ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാലിക്കറ്റിൽ തന്നെ ഞാൻ അറിയുന്ന ഒരുപാട് സംഘടനകൾ. അതെ അതുപോലെ. അപ്പം അതിനൊക്കെ ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഒരു ATG നമുക്കൊരു ടാക്സ് റിഡംഷൻ ഉള്ളൊരു ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇക്കൈസിനെ പറ്റി ഇപ്പം അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ചിലപ്പം പറയണ്ടോ ഇതവർ അപ്പുറത്ത് ടാക്സ് റിഡക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അങ്ങനെ പറയുന്നവരോട് എന്ത് മറുപടിയാണ് ഫുലേജിന് പറയാനുള്ളത്? ഇതുവരെ അതുപോലത്തെ ഒരു ടാക്സ് റിഡക്ഷനോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പേഴ്സണലി ഞാനും ചെയ്തിട്ടില്ല, ബ്രദറും ചെയ്തിട്ടില്ല, കമ്പനിയും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ടാക്സിൻ്റെ കാര്യങ്ങളോ നമ്മളിത് ഒരാളെ ഗവൺമെൻറ്റിനെ പറ്റിക്കാനോ അതിനോ വേണ്ടിയിട്ടില്ല, നമ്മളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ആൾക്കാർ പറയുന്നവർ പറയും, നെഗറ്റീവ് അടിക്കുന്നവർ നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്ത് അടുത്തത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. ഇനിയിപ്പം ഇതുപോലത്തെ അടുത്ത എന്ത് ഇനീഷ്യേറ്റീവ് കൊണ്ടുവരാൻ പറ്റും, ഇതുപോലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെ ഉണ്ട്, ഇനിയിപ്പം ഡം ആൻഡ് ഡഫ് ആയിട്ട് ആളുകൾക്ക് എന്ത് ജോലി കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ അതുപോലത്തെ ചിന്തകൾ ഇനിയും പോകും നമ്മളെടുത്തു നിന്ന്. ഇപ്പം ഞാനൊക്കെ വളരെ ഒരു ലോയിൽ നിൽക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പീക്ക് ലെവലിൽ നിന്ന് ഒറ്റയടിക്ക് താഴത്തെത്തിയ സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ, ആരെത്താത്ത 3 വർഷം കൊണ്ട് ജോലിയെടുത്ത് സമ്പാദിച്ചൊരു എമൗണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ ഞാനത് എനിക്ക് തരട്ടെ, ഇനി പിന്നെ വേണമെങ്കിൽ തിരിച്ച് തന്നാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇത്ര ലക്ഷം ഉറുപ്പ്യ ഞാൻ എനിക്ക് തരാം, എനിക്കിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ ഇനി തന്നില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അടുത്തുണ്ട്. അവരുടെ ഹസ്ബൻഡ് ഉണ്ട് നൗഫൽക്ക, പറഞ്ഞതെന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ചില വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇതാക്കുമല്ലോ, ഇൻസ്പയർ ആക്കുമല്ലോ. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ വീണ് പോയാലും സാരില്ല, നീ നീറ്റിട്ട് നീ കഴിച്ചിലായി കഴിഞ്ഞാൽ നീ മാത്രമല്ല കഴിച്ചില്ല, ഒരുപാട് ആളുകളെ നീ കഴിച്ചിലാക്കും. അത് ചിലപ്പം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരിക്കും, ചിലപ്പോൾ നമ്മളെ കൂടെ ഇതേപോലത്തെ നമ്മളെ വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അവരോടൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ടീമിനോടൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നാളെ ഞാനൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും. അത് ഇത്രയും കാലമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ചെറിയൊരു ഏജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ല ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം ഇങ്ങനെ നോക്കി നടന്നാൽ മതി, സ്വന്തം കാര്യം നോക്കണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
എന്താ വെച്ചാൽ ഞാൻ ബ്രോൻ്റെ സ്റ്റോറി വായിച്ച സമയത്ത് ഭയങ്കര അൺയൂഷ്വലാണ്. കാരണം ഒരു 20s ബിഗിനിങ് തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ കംപ്ലീറ്റ്ലി ഇറങ്ങുക, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, പിന്നെ ആ ബ്രാൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കംപ്ലീറ്റ് ഇതിനായിട്ട് മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നത് അത് ലോസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കരുത്. അതെ, ഭയങ്കര അൺയൂഷ്വൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും എവിടുന്നാണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ വരുന്നത് ഒരു ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പാലിയേറ്റീവ് തന്നെ ആയിരിക്കും ഫസ്റ്റത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻസ്പിറേഷൻ. പക്ഷെ അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മളോടൊക്കെ പല ആളുകളും ചോദിക്കും എന്താവാനാണ് ആഗ്രഹം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെ ഫാമിലി ഉപ്പയമ്മ, അനിയന്, അനിയത്തി, ഞാൻ, നമ്മൾ 5 പേരാ. അപ്പം എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഉപ്പ നമ്മളോട് കൂടി ചോദിക്കും. ഫാമിലിയിൽ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചെറുപ്പം നമ്മൾക്ക് കുറച്ച് ഏജ് ആയ സമയം മുതൽ ഇപ്പം ചോദിക്കും. ഇപ്പം സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഒപ്പരം ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഒപ്പരം ഇരിക്കണം എന്നുള്ളത് അപ്പൻ്റെ ഒരു പോളിസി. അന്നത്തെ ദിവസം ഇതേപോലെ നിങ്ങൾ ചോദിച്ച പോലെ ഉമ്മ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് ഭാവിയിൽ ആരാവണം. അന്നൊക്കെ നമുക്ക് ഈ കമ്പ്യൂട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണം. അനിയനും വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞു. അനിയത്തി അന്ന് ചെറുതാണ്, അനിയത്തിക്ക് ഇതൊന്നും അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര വലിയ ആളായാലും എത്ര പഠിച്ച് വലുതായാലും നാളെ ഉപ്പനെയും ഉമ്മനെയും നല്ലപോലെ നോക്കിയാൽ മതി. എൻ്റെ അൾട്ടിമേറ്റ് ഗോള് ചിലപ്പോൾ അതായിരിക്കും. ഇപ്പം ചില ആളുകൾക്കുണ്ടാവും എനിക്ക് എത്ര കോടി ഉറുപ്പ്യ ഉണ്ടാക്കണം, ഇത്ര ഇത് ഇടണം, അല്ലെങ്കിൽ ഇത്ര വലിയ കാറ് വാങ്ങണം, ഇത് വാങ്ങണം. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനിത് അവരോട് വരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടേക്ക് ഇങ്ങനെ ഒരു സാധനം അവരുടെ നോക്കുക. ഇപ്പം അവരെ മാത്രം നോക്കിയാൽ പോരാ, കാരണം എൻ്റെ കൂടെ എൻ്റെ തകർച്ചയിൽ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വൈഫുണ്ട്, ഈവൻ എൻ്റെ മക്കള്, ബ്രദർ ഷഫ്രിന്, പിന്നെ നമ്മളെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കൈ പിടിച്ചുയർത്തിയ നമ്മളൊരു ബ്രദറുണ്ട്, കസിൻ ബ്രദർ നിഹാസ്ക. അതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട്. ആ ഒരുപാട് ആളുകളെ എന്താ പറയുക, അവർക്കൊക്കെ അവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതിലും നല്ല രീതിയിൽ അവർക്ക് ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് കേട്ടോ. മെയിൻ മോട്ടീവും അത് തന്നെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റി വരയ്ക്കാൻ പറ്റിയില്ലേ? ഒരുപാട് ആളുകളുടെ എത്ര ആളുകൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് കുറച്ച് കാലത്തിന് ശേഷം ഒരാൾ വന്നിട്ട് മറുപടി എനിക്ക് എൻ്റെ ജീവിത ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി ഫുലേജ് ബ്രോ, എനിക്കത് ഭയങ്കര. ഞാൻ ഇതേപോലെ പാലിയേറ്റീവിൽ വർക്ക് വളണ്ടിയർ ആയിരിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ട്, കുറ്റ്യാടിയിലുള്ള ഒരു പേഷ്യൻ്റ്. അങ്ങനെ മൂപ്പര് ഒരു ദിവസം പറഞ്ഞ് എന്താണ്, ഞാൻ എന്നൊന്ന് ബീച്ചിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ലിനീഷേട്ടൻ മൂപ്പര് പേര്, നന്നായിട്ട് വരയ്ക്കും മൂപ്പര്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അന്ന് നമ്മുടെ കാറൊന്നുമില്ല, അപ്പോൾ കാറുള്ള ആൾക്കാരൊക്കെ തപ്പി പിടിക്കണമല്ലോ. അപ്പോൾ നമ്മളന്ന് മൂപ്പരെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ മൂപ്പര് ബീച്ചിൽ കൊണ്ടുപോയി. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു വേർഡുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ബീച്ച് കാണുന്നത്. കുറ്റ്യാടി അത് എപ്പോഴും ടൗണിലും ഇതൊക്കെ വരുന്ന ഒരാൾ, മൂപ്പർക്ക് എല്ല് പൊടിയുന്നൊരു അസുഖമാണ്. അപ്പം അങ്ങനെ ആൾക്കാർ ചിലപ്പോൾ മൂപ്പരുടെ ഫാമിലി ഒന്നും ആ രീതിയിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടാവും, ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ഓരോ സ്റ്റോറീസ് ഉണ്ടല്ലോ, ഈ ഇതുപോലത്തെ പേഷ്യൻസ്, അംസക്ക, ഷമീർക്ക, അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, മമ്മാലിക്ക, അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമ്മളൊരു ഫിലിം ആക്കുകയാണെങ്കിൽ റിയൽ ലൈഫ് ഹീറോസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അവരാണ്. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് ഇത്രയും കാലം ഞാൻ സർവൈവ് ചെയ്തത് ചിലപ്പം ഇവരുടെ ഈ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ സാറ്റിസ്ഫൈ. പിന്നെ എന്തൊക്കെ ആണെങ്കിലും വർക്ക് പ്രഷറും മെൻ്റൽ പ്രഷറും പിന്നെ ഫിസിക്കലും ഫൈനാൻഷ്യൽ എല്ലാ ഇഷ്യൂസും ബിസിനസ്സിൽ ഉണ്ടാവും. അത് ഉണ്ടാവണം. അത് ഉണ്ടായിക്കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾക്ക് അറിയാതെ ഓരോ കാര്യങ്ങൾ മൈൻഡിലേക്ക്, ചില സമയത്ത് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോവാന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തും. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അത് വളരെ നല്ല രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യും.
കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് പേഷ്യൻസിൻ്റെ അനുഭവങ്ങളുണ്ട്. ശരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതുതായിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാനത് അതിൻ്റെ TM എടുത്തു. അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് റൺ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കുക. നാളെ എനിക്ക് ഫണ്ട് ഇടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. 100% ഫണ്ട് എനിക്ക് പുറത്തുനിന്ന് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം എന്ത് % ഇക്വിറ്റി ഞാൻ ഹോൾഡ് ചെയ്തിരിക്കണം? അത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റർ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം. ഒന്ന്, നമ്മളിതിൽ കോൺഫിഡൻസ് ആണ് എന്ന് നമുക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ 60-40 അല്ലെങ്കിൽ 50-50 ഈ 2 ടേംസിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. ചില ആൾക്കാർ 70-30 ആ രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ ഈ ഒരു ബ്രാൻഡും സാധനങ്ങളും ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അതിലൂടെ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും എന്ന് നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മളെ തീരുമാനമാണ്. ഏത് പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കണം, ആ ഇൻവെസ്റ്ററോട് എന്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ബ്രാൻഡ് തുടങ്ങുകയാണ്, ഇത്ര റുപ്യ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഇതിൽ ഇത്ര % നിങ്ങൾ ഇടുക, ഇതിൽ ഇത്ര % ഇങ്ങനെ, അത് റൺ ചെയ്യുന്നതിന് എനിക്ക് ഇത്ര %, അതായത് റൺ ചെയ്യുന്നതിന് എനിക്ക് 25%, ബ്രാൻഡിന് ഇത്ര %, എനിക്കൊരു ഫിക്സഡ് സാലറി. ഞാനൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 8 വർഷത്തിൽ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 3 വർഷം ഞാൻ സാലറി തന്നെ എടുത്തിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാം. 3 വർഷമോ അല്ലെങ്കിൽ 4 വർഷമോ ചിലപ്പോൾ ഞാൻ സാലറി തന്നെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ചെയ്ത പോലെ ആരും ചെയ്യരുത്. കാരണം അത് നമ്മളെ ബാക്കോട്ട് വലിക്കും. കാരണം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ സാലറി കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആവണം, കൺസിഡർ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ മെൻ്റലിയും ഫാമിലീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും, ഏതൊരാളാണെങ്കിലും ശരി. അപ്പം ആ ഒരു സാധനം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണണം. നമ്മൾ ഇത്ര % കോസ്റ്റ് വരും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ബ്രോ ഇത് ചെയ്യുകയാണെങ്കിലും ബ്രോ ഒരു 3 മാസം ഒരു കഫേയിൽ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റുപ്യ ഫുഡ് കോസ്റ്റ് വരും, ഇത്ര റുപ്യൻ്റെ ഇത് ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ ഒരാൾ ഇപ്പുറത്തെ ഒരു കഫേ തുടങ്ങി അപ്പുറത്തെ ഒരു ബിരിയാണി പീട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ എനിക്ക് ഭയങ്കര പാഷനാണ് ഫുഡ് കഴിക്കാൻ പോകാൻ, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ ഭയങ്കര പാഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 5-6 പേരുണ്ട്, നമുക്ക് ഓരോരുത്തർക്ക് എത്ര റുപ്യ ഇട്ട് വെച്ചിട്ട് തൊട്ടപ്പുറത്തെ ഒരു ഷോപ്പ് കൊടുക്കുക. ഇവിടെ ഓന് 120 ബിരിയാണി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അപ്പുറം പോയിട്ട് 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കും. അതിൻ്റെ കോസ്റ്റ് എന്താ നോക്കൂല, അതിലെത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് നോക്കൂല, നമുക്ക് അതിന് എന്തൊക്കെ ചിലവുകൾ കഴിയണം നോക്കൂല, സ്റ്റാഫിൻ്റെ സാലറി കഴിയണം, റെൻറ്റ് കഴിയണം, ഇലക്ട്രിസിറ്റി കഴിയണം, പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കഴിയണം. അതെ, ഫുഡ് ലവർ എന്നുള്ളൊരു ടാഗ് ലൈൻ മാത്രമായി കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റൂല. കാരണം ഇതിൻ്റെ ഫുഡ് കോസ്റ്റും സാധനങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താക്കണം, ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. അല്ലാതെ അപ്പുറത്ത് ഒരുത്തം തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറം പോയിട്ട് നമ്മൾ വേറെ ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ ഇതിലുണ്ട്. കാരണം 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരുത്തം തുടങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോട് മൊത്തം 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അവർക്ക് കൊടുക്കുന്ന സർവീസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ ബ്രോ, ഞാൻ ആ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഫുഡ് ബിസിനസ് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം റിസ്ക് ആണെന്നുള്ളത്. കാരണം ഏതൊരു സിനിമയിലുണ്ട് ശ്രീനിവാസനും ജയറാമും ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരു തന്നെ പോയിരുന്ന എടുത്തിട്ട് ഒരു പാചകം എടുത്തിട്ടിട്ട് എടോ എന്താ ഫുഡാണെന്ന് ചോദിക്കുന്ന ഒരു സാധനം. അപ്പം ശരിക്കും നമുക്കൊരു നല്ലൊരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിലേക്ക് നേരെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് എതിരാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മളൊന്ന് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകണമെങ്കിൽ നമ്മുടെ അത്രയും നല്ലൊരു ഇത് നമ്മളവിടെ ഗുഡ്വിൽ നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ഇവര് വിചാരിച്ചാൽ ശരിക്കും നമ്മൾ ഈ രീതിയിൽ നമ്മളെ തളർത്താൻ പറ്റും, സുഖമായിട്ട് തളർത്താൻ പറ്റും. എന്തെങ്കിലും എക്സ്പീരിയൻസോ? നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ ഇത് ജേണി വേറെ ആണല്ലോ, അപ്പൊ അതിനെ കൊണ്ട് ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തൊക്കെ ചലഞ്ചുള്ള ഫുഡ് ബിസിനസ്സിൽ ശരിക്കും നമ്മൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മൾ നോക്കുക ഒരു ലൊക്കേഷൻ ആയിരിക്കും അല്ലേ. ആ ലൊക്കേഷൻ പ്രത്യേകിച്ച് GCC കൺട്രീസിൽ ലൊക്കേഷനിൽ കൂടെ പാർക്കിങ്ങും നിർബന്ധമാണ്. ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് പാർക്കിംഗ് അത്ര കാര്യമുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പം ഒരു 10 വണ്ടി നമ്മൾ ഷോപ്പിനെ മുമ്പിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ കച്ചവടം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സാധനം പാർക്കിംഗ് ഇപ്പം മെയിനാണ്, ലൊക്കേഷൻ മെയിനാണ്. രണ്ടാമത്തത് ഫുഡ്, മൂന്നാമത്തത് ഫുഡിൻ്റെ കൺസിസ്റ്റൻസി. അതായത് നാട്ടിലുള്ള മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ ഒരു പൊറാട്ടക്കാരുണ്ടെങ്കിൽ ഓനോട് ഇനി എന്ത് പൊറാട്ട ചൂടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നാളെ പോവും. GCC കൺട്രീസ് അല്ലെങ്കിൽ പുറത്ത് പോവാണെങ്കിൽ നമ്മളെ വിസയിൽ പോകുന്ന ആൾക്കാർക്ക് അവരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. പക്ഷെ ലോക്കാ പാസ്പോർട്ടോ അല്ലെങ്കിൽ വിസ നമ്മളെ കയ്യിലായിരിക്കുമല്ലോ, അവർക്ക് വേറെ എവിടെ പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഇവിടെ നാട്ടിൽ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ എന്നിട്ടും ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി മൂന്നാമത്തത്. പിന്നെ സർവീസ്. ഈ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ കറാമയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവും. അപ്പം നമ്മളും ആ കസ്റ്റമറും
കൂടെ ഉണ്ടാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഇയാളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ആൾ വന്നിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കും, സാർ എന്തൊക്കെയാണ്, എന്താ വേണ്ടിയത്? അപ്പോൾ ചോദിക്കും എന്താ ഇന്നത്തെ സ്പെഷ്യൽ, ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പുറമേ ഉള്ള രാജ്യക്കാരാണെങ്കിൽ ചോദിക്കും, എവിടാണ്, നാട്ടിലെവിടാണ്, അങ്ങനത്തെ രീതിയിലൊരു കോൺവെർസേഷൻ നടക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ അവരോടൊരു ബോണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ഫോർത്ത് ടൈമോ ഒക്കെ വരുമ്പം പിന്നെ ഈ സാറ് എന്നുള്ള വിളി മാറിയിട്ട് മണിയേട്ടാ എന്തൊക്കെ വേണ്ടി, അല്ലെങ്കിൽ സുബൈർക്ക, ജോസഫേട്ടാ, ആ ഒരു സാധനം മാറും. ആ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു കസ്റ്റമർ റിലേഷൻ ബോണ്ടുള്ളൂ. അപ്പം നമ്മളെ ഫുഡിൽ നിന്ന് ചിലപ്പോൾ ഒരു മുടി കിട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി, ചിലപ്പം അല്ലെങ്കിൽ എണ്ണ കൂടി, അവർ ചിലപ്പം ഒന്നും പറയില്ല. ബില്ലടിച്ചതിന് ശേഷം അവർ പറയും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ചെറിയൊരു പ്രശ്നം അത്ര മാത്രമേ പറയുള്ളൂ. പക്ഷെ അവർ നാളെയും വരും. ആ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമർ സർവീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഫുഡ് ബിസിനസ്സിൽ. അതുപോലെ തന്നെ നമ്മളെ സ്റ്റാഫും. കാരണം സ്റ്റാഫിനെ നമ്മൾ കൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇതാക്കും. കാരണം ഈ സ്റ്റാഫൊക്കെ വിചാരിക്കുക എന്താ വെച്ചാൽ പെട്ടി വരുന്ന പൈസ ഒക്കെ പ്രോഫിറ്റാണെന്ന് വിചാരിക്കുക. അതല്ല സംഭവം. അതിന് ഓരോ കോസ്റ്റും കാര്യങ്ങളും ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരും വർക്ക് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നത് എന്നുള്ള ചിന്ത നമുക്കും വേണം. നമ്മളുണ്ടെങ്കിലേ ഇതും അവർക്കും ഇതൊരു ഏണിങ്സ് ആയിട്ട് ഉണ്ടാവും എന്നുള്ള ചിന്ത അവർക്കും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ബോണ്ടുണ്ട്, നമ്മളും അവരും തമ്മിലുള്ളൊരു ബോണ്ട്. അതായത് 12 മണിക്കൂറും 14 മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അവരോടൊന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. ഇപ്പം ഒന്ന് തോളിൽ തട്ടിയിട്ട് എന്തായി വീട് പണിയൊക്കെ എവിടെ എത്തി എന്ന് ചോദിക്കുന്നൊരു കമ്പാഷൻ സാധനമില്ലേ, ആ സാധനം അതൊരു സിമ്പതി അല്ല, ഒരു എമ്പത്തറ്റിക്കായിട്ട് നമ്മൾ അവരോട് ഇടപഴകൂലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ 5-6 ഫാക്ടേഴ്സും സാധനങ്ങളൊക്കെയാണ്. വേസ്റ്റേജ് നോക്കണം. കാരണം വേസ്റ്റേജ് ഭയങ്കരമായിട്ട് നമ്മളെ ബിസിനസ്സിൻ്റെ ലോസിലേക്ക് നയിക്കുന്ന ഒരു സാധനമാണ് വേസ്റ്റേജ്, ഫുഡിൻ്റെ വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ. പിന്നെ അത് ഡിപ്പെൻസ് ഓൺ ദ ഷെഫാണ്. നമ്മൾ ശരിക്കും ഒരു എക്സിക്യൂട്ടീവ് ഷെഫ്, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന് നാടൻ പണിയെടുക്കുന്ന ഭണ്ഡാരികൾ, 2 എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷെഫുകൾ. ഇവർ പഠിച്ചിറങ്ങിയ രീതിയും മറ്റവർ ചെയ്യുന്ന രീതിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ അവർക്ക് പക്ഷേ ഒരു 150-200 കിലോ വെക്കാൻ പറഞ്ഞാൽ ഈ ഭണ്ഡാരികളെ കൊണ്ടേ നടക്കുള്ളൂ. മറ്റവരെ കൊണ്ട് നടക്കായമല്ല. പക്ഷേ നമ്മളെ കുട്ടിച്ചിറൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് കിട്ടുന്ന ബിരിയാണിയും അത് നമ്മൾ മറ്റേ ഇവിടെ ദുബായ് പോയിട്ട് കഴിക്കുന്ന ബിരിയാണിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അവർക്ക് ഒരു കൈപ്പാങ് എന്ന് പറയും നമ്മളെ ഇതിൽ, പക്ഷേ മറ്റവർക്ക് അതൊരു പക്ക എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. ഈ 2 ടീമും വേണം. ഒരാൾ മാത്രം ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷേ ബിരിയാണി നന്നാവണമെങ്കിൽ ഭണ്ഡാരി വേണം. പക്ഷേ ഫുഡ് കോസ്റ്റും സാധനങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് വേണം. ഈ 2 സാധനങ്ങളും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളൊരു ഹോട്ടൽ ബിസിനസ്സിൽ കേട്ടോ. അത് 2 രീതിയിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബിസിനസ് എന്തായാലും സക്സസ് ആവും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പേര് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് ബ്രാൻഡുകൾ വളർന്നു വരുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോൾ നാളെ ഒരു ചായക്കട സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം വൺ ഓഫ് ദ മെയിൻ ഏരിയാസിൽ എവിടെയെങ്കിലും ഇപ്പം ബീച്ചിലോ അല്ലെങ്കിൽ നമ്മളെ ഈ തൊണ്ടയുടെ ഏരിയയിലോ അല്ലെങ്കിൽ മാവ് റോഡിലോ ഒരു ചെറിയൊരു ഒരു റൂം എടുത്തിട്ട് ഒരു ചായ കടി മാത്രം ഇടുന്ന രീതിയിലാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഇനി ഏകദേശം എത്ര ചായയൊക്കെ എനിക്ക് വിൽക്കാൻ പറ്റും ഓൺ എ ഡെയിലി ബേസിസ്? ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്കാണോ ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമുക്കൊരു ഏത് റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഒക്കെ പ്രതീക്ഷിക്കാം? അത് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്മൾ കണ്ടന്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഈ സാധാ ചായ ആണെങ്കിൽ 15 ഉറുപ്പ്യക്ക് കൊടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. കാരണം കോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണ്ടേ. പിന്നെ റൂമിൻ്റെ വാടക അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് 2000 ഉറുപ്പ്യൻ്റെ റൂം എടുത്തിട്ട് 1000 ഉറുപ്പ്യൻ്റെ ബിസിനസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഫുഡ് ഫോൾ നോക്കണം, എത്രത്തോളം ആളുകൾ പോകുന്ന സ്ഥലമാണ്, എത്രത്തോളം ആളുകൾ വരുന്ന സ്ഥലമാണ്. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോവൂരും മുതൽ അത് വരെയുള്ളത് മാറിയത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വല്യങ്ങാടിയിലെ ഒരു ഫുഡ് സ്ട്രീറ്റ്. ബ്രോന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ ഒരു ഏരിയയിൽ? ആ ഏരിയയിൽ കുറേ സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ കച്ചവടക്കാർക്കും
ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കണം ഈ സാധനം സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ നമ്മളൊരു അവിടെ ഒരു ചെറിയ ഷോപ്പോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ പോയിട്ട് നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങും. പക്ഷേ വെല്ലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം എന്താ വെച്ചാൽ എപ്പോഴും ഈ ലോറിയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ഒന്ന് കാലിയാവണമെങ്കിൽ രാത്രി 8 മണി വരെ ആവും. ആ സമയത്ത് പിന്നെ നമ്മളൊരു അവിടെ 2-3 മണിക്കൂറിലേക്ക് ഒരു സാധനം നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ 10 മണി വരെ ആണെങ്കിലും ചിലപ്പോൾ ചില വണ്ടികൾ അവിടെ നിർത്തിയിടും നാളത്തെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഗവൺമെൻറ് അതിനനുസരിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് ചെയ്താലേ ഇതാവുള്ളൂ. അതിനും നല്ലത് എൻ്റെ സജഷനാണ്, അവരുടെ ഇതല്ല. ബീച്ചിൽ ഇതേപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ബട്ട്റോഡ് ബീച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി മോഡേണൈസ് ആക്കാമല്ലോ, അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാമല്ലോ. ഇപ്പം നമ്മളൊരു അടുത്തൊരു ലെവലിലേക്കാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബ്രാൻഡ് ആക്കിയിട്ട് അവരെ നമുക്ക് മാറ്റാമല്ലോ. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഒരേ സാധനം തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് ഈ ആളുകളും മാറാൻ തയ്യാറാവണം. അതേപോലെ ഇവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ വലിയങ്ങാടിൻ്റെ കേസ് ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ഒരു നൈറ്റ് മാർക്കറ്റ് ആക്കിയിട്ട് മാറ്റിക്കൂടെ? അതെ, നൈറ്റ് മാർക്കറ്റ് ആക്കി മാറ്റാം. ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 8 മണി തൊട്ടിട്ട് രാത്രി 2 മണി വരെ ഒക്കെ ഉള്ള സാധനമൊക്കെ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, ബാങ്കോക്കിൽ ഇന്ദ്ര മാർക്കറ്റ് ഉണ്ട്. അവര് അതുവരെ ഒരു 7 മണി വരെ അവിടെ ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലമാണ്. പക്ഷെ 8 മണി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഒരു വെഹിക്കിളും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ഒരു മാർക്കറ്റ്സ് വരെ ഓപ്പൺ ചെയ്ത് ചെറിയ ചെറിയ കുട്ടി ഷോപ്സ് അത് 2 മണി 3 മണി വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംഭവമൊക്കെ ശരിക്കും ഇവിടെ അങ്ങനെ ഒരു സംഭവം എന്തായാലും പോസിബിൾ ആയിരിക്കും. കാരണം അതിനുള്ള സ്കോപ്പും ഇവിടെ ഉണ്ട്. ഇപ്പം കാലിക്കറ്റിലിൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി നൈറ്റ് ലൈഫ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൂടി. ശരിക്കും നമ്മളെ കോഴിക്കോട് ഇപ്പോൾ പിന്നെ കേരളത്തിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഈവൻ പിന്നെ സൗത്തിലുള്ള ആളുകൾ വരെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഇത്രയും കാലമായിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു സ്ഥലം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഡൽഹിയിൽ മറ്റേ ചാന്ദിനി ചൗക്കൊക്കെ ഉള്ള പോലെ, ബാങ്കോക്കിലൊക്കെ ഫുഡ് സ്ട്രീറ്റ്സ് ഉള്ള പോലെ, എനിക്ക് തോന്നുന്നു ഏഷ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട്, വിയറ്റ്നാമിൽ എല്ലാ സ്ഥലത്തും അതുണ്ട്. അങ്ങനെ ഒരു സ്ട്രീറ്റ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലേ. അപ്പോൾ അന്ന് സന്തോഷ് ജോർജ് കുളങ്ങരൻ്റെ ഒരു വീഡിയോയിൽ പുള്ളി അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഏരിയ ശരിക്കും കോഴിക്കോട് എവിടെയായിരിക്കും ബ്രോൻ്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് മറ്റേ പ്രദീപ് കുമാർ MLA ഒരു പ്രൊജക്റ്റ് ഇട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. നമ്മളൊക്കെ അതിൻ്റെ ജസ്റ്റ് സംസാരമൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ബട്ട്റോഡ് അതിന് പറ്റിയൊരു നല്ലൊരു ഏരിയ ആണ് ബീച്ചിൽ. അതെ, അവിടെ ആ ഫ്രണ്ട് മൊത്തത്തിലുണ്ടല്ലോ, അതിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. അങ്ങനെ എന്തോ ഒരു ഡിസൈനൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അത് എന്തായെന്ന് അറിയില്ല. അത് നല്ല രീതിയിൽ ഈ പറഞ്ഞ മാതിരി ഓരോ ടൈപ്പ് ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് കിയോസ്കും സാധനങ്ങൾ ഓരോന്നിനും ഓരോ അട്രാക്ഷനൊക്കെ കൊടുത്തിട്ട് അത് ഓരോരുത്തർക്ക് ലീസ് ചെയ്തിട്ട് ഇതേപോലെ പാഷനേറ്റുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ബട്ട്റോഡ് ബീച്ച്. കാരണം ടൗണിൽ നിന്ന് കുറച്ചൊരു ഉള്ളിലേക്കുമാണ്, പിന്നെ ട്രാഫിക്കും വലിയൊരു പ്രശ്നം. അതെ, നല്ല ഏരിയ, അവിടെ നല്ലൊരു പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പറ്റിയ ശരിക്കും അതിന് ഓരോ സ്റ്റാൾസിനും ഒരു യൂണിഫോം ഇട്ട് ശരിക്കും നമ്മളെ ഈ ഓർഗനൈസേഷൻസിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ പോലെ ലീസിന് കൊടുക്കുന്ന ഒരു സെനാരിയോ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ചേഞ്ച് തന്നെയാവും അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ ചായ ബിസിനസ്സിൻ്റെ ഇതിലേക്ക് തിരിച്ചു പോവുക. ഇപ്പോൾ ഒരു ചായക്കട തുടങ്ങിയപ്പോൾ എന്ത് കിട്ടും ചോദിച്ചാല് 50-50 ആണ് പലപ്പോ. ഞാൻ ചില ഇതിനോട് ചെയ്യുന്ന ആളുകളൊക്കെ അധികം റെസ്റ്റോറന്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ പിന്നെ ചായ ബിസിനസ് നമ്മളിങ്ങനെ ചോദിക്കല്ലോ, അതിന് 50 നമുക്ക് എഫേർട്ട് ഉണ്ടാവും അതിനനുസരിച്ച്. പക്ഷെ നോർമൽ ഒരു തട്ടുകട അല്ലെങ്കിൽ ഒരു നാടൻ ഹോട്ടലൊക്കെ നടത്തുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ഹാഫ് ആയി അത്രേ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് ഒരു 50% എന്തായാലും കോസ്റ്റ് വരും. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ചാല് അവരെന്നെയായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ഈ സാലറിയും അതിന്റെ കൂടെ ഈ ഒരു ഇപ്പം അതും 50 എന്ന് പറഞ്ഞാല് 50 മൊത്തം അവർക്കുള്ളതല്ല. ഈ റെന്റും ഇലക്ട്രിസിറ്റിയും സാധനങ്ങളും സ്റ്റാഫിന്റെ സാലറി ഒക്കെ കഴിഞ്ഞിട്ട് 20-25% ഒക്കെ ഒരു മുതലാളിക്ക് ലാസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ചിലപ്പോ 20 ഉണ്ടാവില്ല. ഇപ്പൊ ലോസ് ആണെങ്കിൽ ചിലപ്പോ കയ്യിൽ നിന്ന് വെച്ച് കൊടുക്കുകയും വേണ്ടി വരും. ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് സത്യം പറഞ്ഞാല് ഓരോ ഹോട്ടലുകാരും ഇപ്പം പോകുന്നതെന്നാണ്. കാരണം ഈ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷം നമ്മളൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിച്ച സമയമാണ്. നിപ്പ വന്നു, പ്രളയം വന്നു. പക്ഷെ ആ സമയത്തൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് കേസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നും ഓർമ്മയുണ്ട്, ഒരു ഫ്ലെക്സിന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ പ്രളയം വന്ന സമയത്ത് നമ്മള് ഷോപ്പ് 4-5 ദിവസം ഷോപ്പ് തന്നെ ക്ലോസ് ആയിരുന്നു. അതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ.
ഫേസ്ബുക്കിൽ അന്ന് ആരൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കളക്ടർ പോസ്റ്റിലും വന്നിരുന്നു, മനോരമ ന്യൂസിൽ ഏതൊക്കെ ഇതിൽ വന്നിട്ട്. പിന്നെ ഈ ഫ്ലഡിൻ്റെ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി 4 ദിവസമോ 5 ദിവസമായിട്ട് ഷോപ്പ് തന്നെ അല്ലായിരുന്നു. അവിടെ വരുന്ന വളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കലുണ്ടായിരുന്നു. ഫസ്റ്റത്തെ 2 ദിവസമൊക്കെ കൊടുത്ത് പിന്നെ നമുക്ക് വലിയതായപ്പോൾ പിന്നെ അവരെന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതായത് നമുക്ക് അതിൻ്റെ കോസ്റ്റ് മാത്രം തരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് വന്ന് സാധനങ്ങളൊക്കെ വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് ആ ഫ്ലെക്സുകൾ കളക്ട് ചെയ്തിട്ട് ഇതേപോലെ ഓരോ വീടുകളിലേക്ക് ഓരോ മുഖദാർ ഭാഗത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കുറെ വീടുകളൊക്കെ ഉണ്ടാവും. അവിടേക്കൊക്കെ ഐഡിയകൾ എങ്ങനെ ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും ഇതൊക്കെ അങ്ങനെ സംഭവിച്ചതാവാം, അല്ലാതെ നമ്മളങ്ങനെ കണക്ക് കൂട്ടി ചെയ്യുന്നതല്ല. ഈ ഞാൻ ഫസ്റ്റ് ഈ ഫ്ലഡിന്റെ ഇതൊക്കെ ചെയ്തത് നിങ്ങളെ ടീം തന്നെയാണ്. നമ്മുടെ ടീമിന് നമ്മൾ മാത്രമല്ല, പിന്നെ BDK ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നല്ല ബോണ്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തോൽക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ പറയുക, ഇതിന് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ ഇതിനിറങ്ങി ഇത് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അതിനൊരു വലിയ മനസ്സ് വേണം. ശരിക്കും നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പലരിന്റെ പെട്ടിയാണ്, നമ്മളൊരു 10 രൂപ ഇടുകയാണെങ്കിലും അങ്ങനെ ഒരു മാക്സിമം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്ര ഈ ഒരു സംഭവം ഇങ്ങനെ ഓർഗനൈസ് ചെയ്തു പോകാൻ ഒരു ലാഭേച്ഛില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവുക ഭയങ്കര വലിയ കാര്യം. ശരിക്കും അവരൊക്കെ നമ്മളെന്തായാലും ഒരു ഹെഡ്സ് ഓഫ് കൊടുക്കണം അവർക്കൊക്കെ. ഇനി അപ്പൊ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു സൈഡിൽ പ്രോഫിറ്റ് കിട്ടുന്നതിന്റെ ഭാഗത്തിൽ ഇന്ന രീതിയിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാ ബ്രോയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ? അതെ, എവിടെയാണ് ഹെഡ് സ്റ്റാർട്ട് അല്ലേ? ഇങ്ങനെ ഇതിപ്പോൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ എനിക്കൊന്ന് എൻ്റെ 2021 ആ സമയത്ത് അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞാൻ ഒരു ഓർഫനേജ് പോകുന്നത്. അതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പം അന്നേരം 25-28 ഒക്കെ ഉണ്ടാവും ഏജ്. അപ്പോൾ അത് ഭയങ്കര ഇത് ചേഞ്ചായി. പിന്നെ പല ബർത്ത്ഡേസിനും ഓർഫനേജിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ കമ്പനി ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീനെ ഫോസ്റ്റർ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിൽ ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നതായിട്ടൊക്കെ തോന്നും. അത് തുടങ്ങാത്ത ആളുകൾ എവിടെയാണ് തുടങ്ങേണ്ടത്? ഇതിപ്പം എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇതിലൂടെ പോയത് അത് വളരെ ഏർലി ആയിട്ട് നേരത്തെ കിട്ടി. ഇപ്പം നാളെ നിങ്ങളിത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പം ഫുഡ് ബിസിനസ് നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. ഇപ്പം അതിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റണം. നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ശരി, നമ്മളത് നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നാളെ അവർക്ക് എന്തൊക്കെ അതിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മളിലൂടെ വേറൊരാൾക്ക് ഒരു തണലാവാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമുക്ക് മെൻ്റലി ഈ പറഞ്ഞ മാതിരി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് നാളെ മരിക്കാൻ സമയത്ത് കിടന്നിങ്ങനെ വെറുതെ ആലോചിക്കുമല്ലോ എന്തൊക്കെ അപ്പം ചെയ്തതെന്നുള്ളത് ആലോചിക്കുമ്പോൾ, അങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാനൊന്നും ഇപ്പം നിങ്ങളീ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാക്കിയൊന്നും ചെയ്യില്ല. ബ്രാൻഡിൻ്റെ ഒക്കെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഷഫ്രിനാണ് ഇത് ആ ലെവലിൽ ഓഫ് സാധനങ്ങൾ ഇത് ഇന്ന സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും വലിയ വലിയ കമ്പനീസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇത് ട്രാക്ക് ചെയ്തതും ഇതിൻ്റെ സാധനങ്ങൾ എടുത്തതും. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഒരാൾ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ഇക്കായ്സിൻ്റെ ബോർഡ് വെച്ച് ഡോറിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. ആ സ്റ്റാറ്റസ് എന്താ വെച്ചാൽ, ദുരിതം വന്നാൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം കോഴിക്കോട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അയാളുടെ മനസ്സെന്ന് അറിഞ്ഞിട്ട് ഇട്ട സാധനമാണ്. നമ്മളത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് മെൻ്റലി നാളെ ആലോചിക്കുമ്പോൾ നാളെ മക്കൾക്ക് പറയാലോ എൻ്റെ വാപ്പ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ. ഈ ഒരു ബിസിനസ് നിന്ന് വരുന്നിട്ടുള്ള ഒരു ഇൻകം അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള റിസോഴ്സസ് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ ഒരുപാട് വലിയ വലിയ കാശുകാരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്? ഉണ്ട്. ഒരുപാട് കാശുകാർ മാത്രമല്ല, കാശില്ലാത്ത ആൾക്കാരും. അതെ, ചില ആൾക്കാർ 50 റുപ്യ തരും, ചില ആൾക്കാർ 100 റുപ്യ തരും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാളെ ഞാനൊരു സാധനം തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈസ തരാൻ ഒരുപാട് ആൾക്കാരുണ്ട്.
കാരണം നമ്മൾ അതെ ഹിസ്റ്ററീസ് ആണ് അത്. സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ സാധനമല്ല. അതങ്ങനെ തന്നെ വന്നൊരു സാധനമാണ്. ഇപ്പം എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ ഈ ബിസിനസ്സും പറയും, ഇതും പറയും, ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇവന് വേറെ പരിപാടിയൊന്നും ഇല്ലേ എന്നുള്ള സാധനം ഉണ്ടല്ലോ. നമ്മൾ അതിൽ അത്രയും സ്റ്റിക്ക് ഓൺ ചെയ്തതിനെ കൊണ്ടാണ് ഇപ്പം ഇക്കായിസ് എന്നുള്ള പേരിന് വരെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഇക്കായിസ് എന്നുള്ള പേരുണ്ടാവാൻ തന്നെ നമ്മൾ അത് വേറൊരാളെ ഇൻസ്പിറേഷനാണ്. ഐക്കായിസ് എന്നുള്ള പേരും ആ ബ്രാൻഡ് ഇക്കാക്കന്മാരെന്നുള്ള മീനിങ് അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞല്ലോ പണ്ടൊക്കെ ബീച്ചിൽ ഇരിക്കുന്ന പറഞ്ഞില്ലേ, ബീച്ചിലിരിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 10-20 ഉറുപ്പ്യ ഉണ്ടാവും. 4 ആൾക്ക് 5 ആൾക്കാർ കൂടി ചായ കുടിക്കാൻ വരും. ഒരു ചായ കുടിക്കുമ്പോൾ അതിന് എത്ര റുപ്യാവും? 10 റുപ്യ പോലെ. അപ്പോൾ 2 ആൾക്കല്ലേ ചായ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നേരെ പോകുക വെച്ചാൽ ബീച്ചിൽ അന്ന് പെട്രോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അടിക്കുമല്ലോ, കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും കറങ്ങണ്ടേ. അങ്ങനെ ബീച്ചിൽ നമ്മൾ ഇവിടെ പരപ്പിൽ സ്കൂളിൻ്റെ ബാക്കിലായിട്ട് MMH സ്കൂളിൻ്റെ ബാക്കിലായിട്ട് ഒരു ഇക്കാക്കൻ്റെ പീടിയുണ്ട്. ഇക്കാക്കാക്കാന്നാണ് മൂപ്പരെല്ലാവരും വിളിക്കുക. അവിടെ 1 ഉറുപ്പ്യക്ക് സുലൈമാനി കിട്ടും, 1 ഉറുപ്പ്യക്ക് സുലൈമാനി കിട്ടും, 3 ഉറുപ്പ്യക്ക് അടിയും കിട്ടും. അപ്പോൾ നമുക്ക് 4 ആൾക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് അവിടുന്ന് കിട്ടും. മൂപ്പർക്ക് ഇതേപോലെ മൂപ്പരെ കുറിച്ചൊരു ലെജൻഡ് ഓഫ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് കളക്ടർ ബ്രോൻ്റെ ഒരു പേജിൽ ഇത് വന്നിരുന്നു. കളക്ടർ എന്നിട്ട് മൂപ്പരോട് ഡയറക്റ്റ് പോയി ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മുതലാവുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരും കുട്ടികളൊക്കെയാണ്. ഞാനിതിൽ നിന്നൊരു 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ കൂട്ടിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ ബേർഡൻ ആവും. പക്ഷെ ഇന്ന് ചിലപ്പം ആ 1 രൂപ എന്നുള്ളത് മൂപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ 3 രൂപ ആക്കിയിട്ടുണ്ടാവും. കാരണം ഒരിക്കലും മൂപ്പർക്ക് അത് ഇതാക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോഴും ഒരിക്കലും മൂപ്പരെ മനസ്സിൽ നമ്മൾ ആരും ചിരി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അയാൾ ഉള്ളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സംഭവം മൂപ്പർക്ക് ഭയങ്കര കടമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഇൻസ്പിറേഷനിൽ നിന്നിട്ടാണ് ഇക്കായിസ് എന്നുള്ള പേരെന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇത് വന്ന ആളുകൾക്ക് പിന്നെ ഇതുപോലത്തെ ഒക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഉറക്കുണ്ടാവില്ലല്ലോ. കോഴിക്കോട് ഇങ്ങനത്തെ കുറേ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഇവിടെ ഉണ്ട് ഒരു ഏട്ടനുണ്ട് ഇതേപോലെ മൂപ്പര് 1 രൂപക്ക് എപ്പോഴും സുലൈമാനി കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഖാദർഖാന്റെ മെസ്സില്ലേ നമ്മള്, അതെ ഖാദർഖാന്റെ മെസ്സ് റോഡിലുള്ള അതും വളരെ ചീപ്പായിട്ടുള്ള റേറ്റിനാണ് ഫുഡ് കൊടുക്കുന്നത്. 30 ഉറുപ്പ്യ നല്ല ക്വാളിറ്റി ഫുഡും സാധനങ്ങളാണ്. അതേപോലെ ഈ ഫുഡിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളെ പരശ്ശിനി കടവ് ടെമ്പിൾ ഉണ്ടല്ലോ, ശരിക്കും അവിടെ പിന്നെ എത്ര ആള് വന്നാലും അവിടെ ഉച്ചക്കത്തെ ഫുഡ് ഏത് ജാതിക്കാർക്കും കയറി ചെല്ലാം. ഭയങ്കര റെസ്പെക്ട് തോന്നിയത് അത് അന്ധകാലത്ത് തൊട്ടിട്ട് അവർ ഫോളോ ചെയ്തിരുന്നുണ്ട്. ഒരു ദിവസം പോലും അത് മുടങ്ങിപ്പോയിട്ടില്ല. എത്ര ആൾക്കാർ വന്നാലും അവർക്ക് ഫുഡ് ഉണ്ടാവും. അതെ, അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഇത് തീർക്കാൻ പറ്റുന്ന സാധനമാണല്ലോ വിശപ്പ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു സാധനമാണ് അത്. മറ്റേ ഇതിൽ പറയുന്ന പോലെ, ആ പടത്തിൽ പറയുന്ന പോലെ വിശപ്പ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറയും എന്നൊരു സാധനമാണ്. പക്ഷെ പൈസ നമുക്ക് അങ്ങനെയല്ലല്ലോ. പൈസ ഇപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ 100 കോടിയോ 1000 കോടിയോ എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ 1 ലക്ഷം റുപ്യ നമുക്ക് ഭയങ്കര വലുതായിരിക്കും. പിന്നെ നമുക്ക് 10 ലക്ഷമോ 1 കോടിയോ അല്ലെങ്കിൽ 10 കോടിയോ 100 കോടിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാനേ നോക്കുള്ളൂ. പക്ഷെ വിശപ്പ് അങ്ങനെയല്ല. വിശപ്പ് നമ്മൾ കഴിഞ്ഞാൽ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി നമുക്ക് അത് തേക്കാൻ പറ്റില്ല. പക്ഷേ അവരും കൂടി നമ്മളെ കൂടെ വളരുകയാണെങ്കിൽ അത്രേ സന്തോഷമുള്ളൂ. നമ്മളൊക്കെ തന്നെ ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള കൺസെപ്റ്റ് അല്ല, നമ്മൾ വളരുന്നതോടൊപ്പം അവരും കൂടി വളരണം. അവരെന്ന് മാത്രമല്ല, ഇതുപോലെ സപ്പോർട്ട് ചെയ്ത ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ട്, ആകാശിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞത്, മോനെ ഒരു സ്ഥലം വിൽക്കാനുണ്ട്, ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ മോന് ഇത്ര പൈസ തരാം, മോൻ്റെ പൈസ എത്ര വേണ്ടി വെച്ചാൽ അത് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി തന്നാൽ മതി. ആ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോഴേ നമുക്ക് ഒരിക്കലും തോറ്റെടുക്കാൻ തോന്നില്ല, തളരാൻ പറ്റൂല. കാരണം അത് ഭയങ്കര ഒരു ജേണിയാണ്. ഇതിപ്പോ ഒരു സെക്കൻഡ് ലാപ്പ് ആണെന്ന് പറയാല്ലേ ബിസിനസ്സില്. അതെ അതെ. അപ്പോ ഈ ബിസിനസ് ആസ്പിറേഷൻസ് പറഞ്ഞു, ഇനിയിപ്പോ ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ആസ്പിറേഷൻസ്? ഇനി നമ്മളെ ഭാഗത്തുനിന്ന് എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ റൺ ചെയ്യുന്ന ഒരു
പാലിയേറ്റീവോ അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും അസോസിയേഷൻ പേര് തന്നെയുള്ള ഇക്കായ്സിൻ്റെ പേരിൽ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ, അത് ഇപ്പം ഞാനൊന്നും അത്ര ജെന്യൂൻ ആയിരിക്കില്ല, പക്ഷെ നമ്മളെക്കാട്ടി ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ ഫുൾ ടൈം ഇതിന് ഇറങ്ങുന്ന ആളുകൾ. അതെ അവർ ഒന്നും നോക്കുന്നുണ്ടാവില്ല, ടൈമും നോക്കുന്നുണ്ടാവില്ല, ഒന്നും നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സാധനം, അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ പാലിയേറ്റീവിലെ പേഷ്യൻസിനായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ വീൽ ചെയറിൽ കിടക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നാളെ ഇക്കായ്സിൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്നൊരു സാധനം, അതൊരു ഡ്രീം പ്രൊജക്റ്റാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ചാരിറ്റി എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന രീതിയിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ പല ടൈപ്പ് ഓഫ് ആഡ്സ് നമ്മൾ കാണാറുണ്ട്. എൻ്റെ മകൾക്ക് ഇന്നതാണ്, ഇന്ന പ്രശ്നമാണ് ഇത്, പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം, പേയ്പാൽ എല്ലാ സാധനത്തിൻ്റെയും ലിങ്കും ഒക്കെ കൊടുത്തിട്ട് അതിലൊക്കെ എത്ര ജെന്യൂൻ കേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ പുറകെ പോയാലേ മനസ്സിലാവുള്ളൂ. വളരെ കുറവായിരിക്കും അതിനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ചാരിറ്റി എന്നുള്ള സാധനം പോലും നമ്മൾ എന്താ പറയുക ഒരു സ്കാം പോലെയൊക്കെ ആവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അതൊക്കെ ശരിക്കും നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരില്ലേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുവരെ ഉണ്ടായ കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻസിൽ ആരെങ്കിലും ഒരാൾ ഇന്ന ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, അതായത് ഇന്നൊരു രോഗിയുണ്ട്, ആ രോഗിക്ക് ഇത്ര ഉറുപ്പിൻ്റെ ഒരു ആവശ്യമുണ്ട്, അയാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ അയാൾക്ക് അയച്ചു കൊടുക്കും. കാരണം ഞാൻ അയാളെ അത്രയും ട്രസ്റ്റാണ്, കാരണം അവൻ അങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ നമ്മൾ ഇതേപോലെ ഒരു സാധനം കണ്ടപ്പം ഏതൊരു ലുക്കീമിയ ബാധിച്ച ഒരു ഡയാലിസിസ് ചെയ്യുന്നൊരു പേഷ്യൻറ്റിന് എത്ര രൂപ വേണം, അത് 2-3 ആൾക്കാരെ പോസ്റ്റ് ഇട്ട് വിത്തിൻ 13 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സാധനം ഈ ചെറിയ മൈക്രോ എമൗണ്ട്സ് നിന്ന് 50 റുപ്യ 100 റുപ്യ 500 റുപ്യ എന്നൊക്കെ ഞാൻ കൊടുത്തതല്ല, അവര്, കാരണം ഞാൻ അവരെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ നമ്മൾ ചാടി കയറിയിട്ട് സഹായിക്കാറില്ല. കാരണം ഭയങ്കര നമ്മൾ പല ഇതും ഇപ്പം നമ്മൾ ഈ മുമ്പ് കാണുന്ന കുറേ സാധനങ്ങളല്ല, ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാനതൊക്കെ അനുഭവിച്ച ഒരാളാട്ടോ. ചാരിറ്റി ചെയ്തപ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വല്ലാത്ത രീതിയിൽ അനുഭവിച്ചൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഒരിക്കലും ജെന്യൂനാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഏത് സാധനത്തിലേക്കും പോകാറുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇതൊരു ഐ ഓപ്പണിങ് പോഡ്കാസ്റ്റാണ്. കാര്യം ഇത്ര ചെറിയ ഏജിൽ എന്താ പറയുക, ഞാൻ നിങ്ങളെ സ്റ്റോറിയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ കൂടിയാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഈ 20s-ലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മാക്സിമം അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി അത് ത്രൂ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് ആ ബിസിനസ്സിൻ്റെ ഒരു വലിയ പാർട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്ത്, അപ്പോൾ അത് ഇനി വരുന്ന തലമുറയിൽ എന്താ പറയുക, ബിസിനസ് പറഞ്ഞാൽ വെറും കാശുണ്ടാക്കുന്ന പരിപാടിയാണ് എന്ന് മാത്രം പല സ്ഥലത്തു നിന്നും കേട്ട് വളരുന്ന പുതിയ ജനറേഷന് ഇതൊരു ഒരു ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. ഓക്കെ.